ഹായ് ഹലോ. ഞാൻ ഇച്ചിരി അയല മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വറക്കാൻ വേണ്ടിയിട്ടാണ്, കറി വെക്കുന്നില്ല. അപ്പം അയല വറക്കാൻ വേണ്ടി ഇത്തിരി വെളുത്തുള്ളി, ഇത്തിരി കുരുമുളക്, പിന്നെ 2 ഉള്ളി, പിന്നെ കുറച്ച് ധനിയാപ്പത്ത, മല്ലിയില. അപ്പം മല്ലിയില ഇത്രയുണ്ട്. അപ്പം നമുക്ക് ഇത്തിരി ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്കിത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമുക്കിത്തിരി മുളക് പൊടി ചേർക്കാം. കുറച്ച് മുളക് പൊടി. പിന്നെ നമുക്കിത്തിരി കുരുമുളക് ചേർക്കാം. കുരുമുളക് ഓൾറെഡി ഉണ്ടല്ലോ പച്ച, അപ്പോൾ ഉണക്ക കുരുമുളക് ഇച്ചിരി ചേർത്തന്നേ ഉള്ളൂ. പിന്നെ നമുക്കിത്തിരി കായം ചേർക്കാം. കായം ചേർക്കുന്നതെന്ന് വെച്ചാൽ അതിന് ഗ്യാസിന് വേണ്ടിയിട്ടാണ്. ഒരു കുഴപ്പമില്ല, നല്ലതാണ്. അപ്പോൾ ഇത്രയും കൊണ്ട് നമുക്കിപ്പോൾ ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പം നമ്മുടെ അയല എല്ലാം വെട്ടി വരഞ്ഞ് വെച്ചതാണ്. എല്ലാം ഫ്രഷ് അയല, ഞാൻ പറഞ്ഞില്ല, ഫ്രഷായിട്ട് കൊണ്ടുവരുന്ന ആളാണ്. അപ്പോൾ അയാൾ കൊണ്ടുവരുമ്പോൾ ഞാൻ ഇത്രയും വാങ്ങിച്ച് വെക്കും. ചൂടയുണ്ടായിരുന്നു, എനിക്കത് വെട്ടാൻ അറിഞ്ഞൂടാ. ഫ്രഷാന്നും പറഞ്ഞാൽ തന്നത്. കുഴപ്പമില്ല, വെട്ടി കഴിഞ്ഞപ്പോഴും നല്ല അയല പോലെ തോന്നുന്നു, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ അയല ഇനി ഞാൻ മസാല പുരട്ടാൻ പോവാണേ. അപ്പോൾ മസാല പുരട്ടാൻ ഞാൻ അരച്ച് വെച്ചില്ലേ, ഇത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് അരച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് 2-3 പുളി കഷ്ണം ഉണ്ടായിരുന്നു, അതിനെ ഇടുമ്പോൾ. അപ്പം ഞാനിത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് എല്ലാം ഒന്ന് പരട്ടി വെക്കാം. ഇതാ കാണുന്നുണ്ടല്ലോ, ഓരോന്നോരോന്ന് പരട്ടാം. നമുക്കെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് പതുക്കെ, ഞാൻ 2-3 തോട്ടുപുളി ഇട്ടിട്ടുണ്ട്. ഉളുമ്പുവാടിയൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. പുളിയും നല്ലതാണ്, ഒരു ടേസ്റ്റാണ്. അപ്പം ഇത് നല്ലപോലെ പരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് വറക്കാം. ഞാൻ വറക്കുന്നേ ഉള്ളൂ, കൂട്ടാൻ വേണ്ട. പിള്ളേർക്കായാലും കൂട്ടാൻ മതി, അല്ല വറുത്താൽ മതി. അപ്പോൾ കുരുമുളകും ഒക്കെ ആകുമ്പോൾ വയറ്റിനും നല്ല. കായമൊക്കെ ചേർക്കാൻ ഉണ്ടല്ലോ. കായം ഞാൻ നേരത്തെ ഒന്നും ചെയ്യത്തില്ലായിരുന്നു, കായമൊന്നും ചേർക്കത്തില്ലായിരുന്നു. ഞാനൊരു ആൾ കുക്കിംഗ് ചെയ്യുന്നുണ്ട്, അപ്പോൾ പുള്ളിക്കാരി എല്ലാത്തിനും കായം ചേർക്കുക. അപ്പോൾ കായം ചേർക്കുന്ന ഞാൻ മെസ്സേജ് ഇട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഗ്യാസിനും എല്ലാത്തിനും നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ടേസ്റ്റുമാണ്, ഗ്യാസിനും നല്ലതാണ്, ഒരു ടേസ്റ്റാണ്, ഒരു മണമാണ്, അല്ലേ? ഉണ്ടോ? എല്ലാം ഞാൻ പരട്ടി പെട്ടെന്ന് അത് പരണ്ടു, നന്നായിട്ട് പരണ്ടു. നമുക്ക് ഒരു മിനിറ്റ്, അല്ല, അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വറക്കാം. അരമണിക്കൂർ. അപ്പം നമ്മുടെ അയല പരട്ടി വെച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് കരിവേപ്പില ഇട്ടില്ലായിരുന്നു, മറന്നുപോയി. ഒരു തണ്ട് ചെറിയ കരിവേപ്പില, അത് നമുക്ക് വെളിയിൽ നിന്നൊന്നും മേടിക്കുന്നില്ല. അപ്പോൾ ഇതും കൂടെ കിടക്കട്ടെ, അരച്ച് ചേർത്ത ഒന്നുകൂടെ നല്ലതാണ്. അപ്പം ഞാൻ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ചേർത്തിരിക്കുന്നത് മല്ലിയിലയാണ്. അപ്പം ഞാൻ ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ മല്ലിയില ചേർത്ത് കഴിയുമ്പോൾ ഒരു ടേസ്റ്റ്, നല്ലൊരു മണവും ഗന്ധവും എല്ലാം വരുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഇനി വറക്കാൻ നേരം നമുക്ക് അന്നേരം ഞാൻ ഇടുന്നതായിരിക്കും. വറക്കാൻ നേരം വറക്കുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുക്കാം. ഇപ്പം ഞാൻ പരട്ടി വെച്ചതിൻ്റെ വീഡിയോയാണ്. ഓക്കെ, ബൈ.